നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ബുധനാഴ്ചയാണ്. 1201 മീനമാസം 4-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 18-ാം തീയതി. നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:35, അസ്തമയം വൈകിട്ട് 6:32. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 12 മുതൽ 1:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാളത്തെ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത, നാളെ കാലത്ത് 8:30 വരെ കറുത്തപക്ഷത്തിലെ ചതുർദശി തിഥി, അത് കഴിഞ്ഞാൽ അമാവാസി, കറുത്ത ഭാഗം. അതിനാൽ പിതൃതർപ്പണത്തിന് ഏറ്റവും അനുകൂലമായ ദിനമാകുന്നു നാളെ. ഇന്ന് അതിന് വേണ്ട ഒരിക്കലുകളും വ്രതാനുഷ്ഠാനങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഫോളോ ചെയ്താൽ നാളെ ഏറ്റവും ഉത്തമമായ ദിനമാകുന്നു പിതൃക്കളുടെ ബലികർമ്മം ചെയ്യുവാനെന്ന് അറിയുക. നാളത്തെ നക്ഷത്രം പുരൂരുട്ടാതി നക്ഷത്രമാണ്. ആ ദിനത്തിനും ഒരു പ്രത്യേകതയുണ്ട്. നാളെ പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപനാഗ്രഹം വ്യാഴമാകുന്നു. ജീവോ നാരായണ. അതിനാൽ ഓരോ പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോഴും നാം വിഷ്ണു പദത്തിലേക്കാണ് നമ്മളെ പിതൃക്കളെ കൊണ്ടുപോകുന്നത്. അതിനാൽ പിതൃതർപ്പണത്തിന് ഏറ്റവും നല്ല ദിനമാണ് നാളെ. അബ്ദദീക്ഷാദിലോപന പ്രേതായാത പിശാചതാം സ്വജനാൻ ബാധമാനസ്തേ ചരന്തീധികലു സ്മൃതി. വാർഷികമായി ആചരിക്കായ്മ മൂലം, ദീക്ഷകൾ എടുക്കാത്തത് മൂലം പിതൃക്കൾക്ക് പൈശാചികത വരികയും അവർ എന്തു ചെയ്യുന്നു, തൻ്റെ അടുത്ത അനന്തര തലമുറയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. അതിനാൽ പ്രേതപ്രീതി ചെയ്യണം. അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തിയെ. നിങ്ങളുടെ നല്ല ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും തലമുറകളുടെ സംരക്ഷണത്തിനുമായി ചെയ്യുക. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പുരൂരുട്ടാതി നക്ഷത്രമാണ്, അമാവാസ്യയാണ്. ഒരു പ്രത്യേക മുഹൂർത്തമൊന്നും ഞാൻ നിങ്ങൾക്ക് നൽകുന്നില്ല. നാളെ നന്നായി വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക. തുളസിമാല പാൽപ്പായസം ഭഗവാനെ സമർപ്പിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. നന്ദി, നമസ്തേ.